ഈ ടൗൺഷിപ്പിൽ ഹോസ്പിറ്റൽ, അതുപോലെ സ്കൂള്, പ്ലേ ഗ്രൗണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഇവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, പിന്നെ അതുകൂടാതെ ബസ് റൂട്ട് വരെ ഇതിലുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അടിപൊളി. 1500 ജോലിക്കാരുണ്ട് വരെ. ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ വീടുകളിലും പണിക്കാർ. അവിടെ അതാ പ്ലാസ്റ്ററിങ് നടക്കുന്നു. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ, നമ്മുടെ ചൂരൽമല മുണ്ടക്കൈ ദുരിതബാധിതർക്കായി നമ്മുടെ കേരള സർക്കാർ നിർമ്മിക്കുന്ന 410 വീടുകളുടെ വർക്കിൻ്റെ കൽപ്പറ്റ ടൗൺഷിപ്പിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനുള്ളത് ഇതിൻ്റെ ഒരു എൻട്രൻസിലാണ്. നമ്മുടെ കൽപ്പറ്റ റോഡിൽ നിന്ന് ഒരു 3-4 എൻട്രൻസ് വരുന്നുണ്ട്. അതിൽ ഒരു എൻട്രൻസ് അതാ ഈ കാണുന്നത്. കൽപ്പറ്റ ആ ബൈപ്പാസിൽ നിന്ന് ഒരു 1, 2, 3 എൻട്രൻസിൻ്റെ കണ്ണ് പെട്ടിക്കണേ. ഇനിയുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് റോഡുകൾ ഇതിലേ പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാമല്ലോ, ULC ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതിൻ്റെ വർക്ക് മൊത്തത്തിൽ കരാറ്. അവർ അടിപൊളിയായിട്ട് വർക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വീടുകൾ കേട്ടോ. 410 വീട് എന്നുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച കേട്ടോ. ഒരേ സെയിമിലുള്ള 410 വീടുകൾ. നമ്മളെ നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മളെ വീടിൻ്റെ ചുറ്റുവട്ടം ഒരു 10-20 വീടുകളൊന്ന് ചിന്തിച്ച് നോക്കി, എത്രത്തോളം ഏരിയയിലുണ്ടാവും. അതുപോലെ 410 വീട് വരെ 7 സെൻറ്റ് ഭൂമിയിൽ 410 വീടുകൾ. ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ച കേട്ടോ. എന്തായാലും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഊരാളുങ്ങളുടെ ഡംപിങ് ആൻഡ് മിക്സഡ് യൂണിറ്റ്. അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ടുള്ള എൻട്രൻസ് ഈ കൽപ്പറ്റ ബൈപ്പാസ് എന്നുള്ള ഈ റോഡ്, ഈ റോഡ് അടയാളാന്ന് തോന്നുന്നു. ഇതിൻ്റെ പ്രധാന റോഡ് ഇതിലാന്ന് തോന്നുന്നു കേട്ടോ. 2 ഭാഗത്തും ഡ്രെയിനേജൊക്കെ ആയിട്ടുള്ള റോഡ് ഈ ഭാഗത്താണ്. അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. റോഡ് വർക്കും വീട് വർക്കും ഒരുപോലെ സ്പീഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 255 വീടുകളുടെ മെയിൻ സ്ലേവ് വാർപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. 410 വീടുകളിൽ മൊത്തം വർക്ക് നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 255 വീടിൻ്റെ വർക്ക് ഫിനിഷായാൽ ഇത് വീടുകൾ കൈമാറാൻ സാധ്യതയുണ്ട്. 410 വീടാണ് മൊത്തം ആവശ്യം. അതിൽ 15 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇവിടുന്ന് ഇത് വേണ്ടാന്ന് പറഞ്ഞ് പോയ ആളുകളുണ്ട്. അവർ അത്യാവശ്യം മുസ്ലിം ലീഗിൻ്റെ വീട് അവർ വാങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഏതായാലും ഞാൻ ഇവിടെ വീടുള്ള ഒരാളായിട്ട് കണ്ട് സംസാരിച്ചപ്പം അവർ പറഞ്ഞത്, ഈ വീട് 22 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട് കേട്ടോ. 7 സെൻറ്റ് സ്ഥലവും 22 ലക്ഷം രൂപ വീടിൻ്റെ ചിലവും. അങ്ങനെയൊക്കെ കൂടി 7 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കൽപ്പറ്റ ടൗണിൻ്റെ ഈ ഭാഗത്ത് 6 ലക്ഷം റുപ്യൊക്കെ വില വരുന്നുണ്ടെന്നാണ് കേട്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പൈസ ആയില്ലേ? ഒരു 10-50 ലക്ഷത്തിൻ്റെ മൂല്യം വന്ന്. അപ്പം മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന വീട്ടിലേക്ക് ഈ 15 ലക്ഷം വാങ്ങിയ ആളുകൾ അങ്ങോട്ട് പോകാൻ സാധ്യത ഉണ്ട് അല്ലേ. അപ്പം അവരെത്ര 100 വീടുകളാണ് അവർ പണിയുന്നത്. എല്ലാ വീടിനും ബൗണ്ടറി ആട്ടത് കരിങ്കല്ലിൻ്റെ അടിപൊളി കെട്ട്, ഹോളോ ബ്രിക്കിൻ്റെ നല്ല മതിലുകൾ, ഹോളോ ബ്രിക്കിൻ്റെ ചുമര കേട്ടോ. സിമൻറ്റ് ബ്രിക്കിൻ്റെ 6 ഇഞ്ച് തിക്കിലുള്ള ബ്രിക്കാണ് പടവിനായിട്ട് മൊത്തം ഉപയോഗിക്കുന്നത്. അതൊക്കെ ഇവർ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന കേട്ടോ. ഫുള്ള് ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. 1500 ജോലിക്കാരുണ്ട് വരെ. ചിന്തിക്കാൻ പറ്റുമോ? എല്ലാ വീടുകളിലും പണിക്കാർ. അവിടെ അതാ പ്ലാസ്റ്ററിങ് നടക്കുന്നു. ഇതിൻ്റെ കറക്റ്റ് ഫൗണ്ടേഷനൊക്കെ ഞാൻ കാണിച്ചല്ലേ, ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചതാണ്. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല പൈലിംഗ് ഇല്ല, പില്ലറിൻ്റെ മുകളിലാണ് പുട്ടിങ് ഇട്ട് പില്ലർ, എല്ലാ ഭാഗത്തും പില്ലറുകൾ. അതിൻ്റെ മുകളിലാണ് 50 സെൻറ്റിമീറ്ററിൻ്റെ ബീം അടിയിൽ, തറക്ക് പകരം 50 സെൻറ്റിമീറ്ററിൻ്റെ ബീം. ആ ബീം നമ്മുടെ ഫ്ലോർ ലെവലിൽ നിന്ന് സ്റ്റെപ്പ് കഴിഞ്ഞ് വരുമ്പം 51 സെൻറ്റിമീറ്ററേ വരുള്ളൂ. അപ്പോൾ 50 സെൻറ്റിമീറ്റർ, അതും ഒരു 5 സെൻറ്റിമീറ്റർ ടൈൽസിൻ്റെ ഒക്കെ കൂടി കാലം വരുമ്പം 55. അതിൻ്റെ മുകളിൽ ഏതായാലും ഇൻ്റർലോക്ക് വിരിക്കുമ്പം കറക്റ്റ് അളവായി വരും. ഇപ്പോൾ ഇതാ ഇവിടെ നമ്മളെ ഇന്ത്യ പാല പ്ലാസ്റ്ററിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലാസ്റ്ററിങ് കഴിഞ്ഞൊരു വീട് അതവിടെ. ക്യാ ഭായ് അച്ഛാ
पत्थर का काम है, सीमेंट ब्रिक का। आपका गांव किधर? बंगाल का आदमी। ओके, अच्छा केरला अच्छा, केरला अच्छा है। इधर ठंडा ज़्यादा, इधर ठंडा ज़्यादा है, थोड़ा नॉर्मल नॉर्मल नॉर्मल। आपका प्रॉब्लम नहीं, आपका वहाँ बंगाल का बहुत ठंडा है। ओके, मालूम मालूम मालूम। 1000 സ്ക്വയർ ഫീറ്റിലാട്ടോ ഈ വീട് വരുന്നത്. 1000 സ്ക്വയർ ഫീറ്റ്, 2 റൂം, ഒരു ഹാള്, ഒരു കിച്ചണ്, ഒരു വർക്ക് ഏരിയ, ഒരു സിറ്റ് ഔട്ട് ഭാഗത്ത് സ്ലാബ് അല്ല കേട്ടോ, ഇതിൻ്റെ മുകളിൽ ഓടിടുന്ന പരിപാടിയാണ്. നമ്മളെ ഗ്രിൽ വർക്ക് കഴിഞ്ഞിട്ട് സ്റ്റീലിൻ്റെ വർക്ക് ചെയ്തതിന് ശേഷം ഓട് ഇടുന്ന പരിപാടിയാണ്. ഇവിടെ പ്ലാസ്റ്ററിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഭായിമാരെ പ്ലാസ്റ്ററിങ് ഇങ്ങനെ ഉണ്ട് നോക്കട്ടെ. അവിടെ പ്ലാസ്റ്ററിങ് നനയ്ക്കുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും മൂരാളുങ്ങളുടെ വർക്കായതുകൊണ്ട് തന്നെ സൂപ്പറായിരിക്കും കേട്ടോ. നനയ്ക്കലൊക്കെ വർക്ക് സൂപ്പർ തന്നെ ആയിരിക്കും. അവരുടെ മേൽനോട്ടം അതിഗംഭീരമാണ്. ഏത് ലോക്കൽ ഇന്ത്യക്കാരായാലും കുഴപ്പമൊന്നുമില്ല, അവർ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യും. भाई ऊपर पूरा ग्राउट रखा, ग्राउट ऊपर पूरा ग्राउट। ओके, और ग्राउट उसका है, ऊपर रखने का ग्राउट है नहीं? फिर उधर ജോയിൻ്റ് का। ഓക്കെ, അതായത് നമ്മുടെ പില്ലറ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ വർക്ക് പോലെ അവർ ജോയിൻറ്റിൽ മെഷു ടാപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് വിള്ളൽ വരാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി. ഏത് വീട്ടിലേക്കും ഓരോ വീട്ടിലേക്കും റോഡുകളാട്ടോ, ഓരോരോ വീടുകളിലേക്കും ഫുള്ള് റോഡില്ലാത്തൊരു വീടുമില്ല. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ സ്ട്രക്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അതായത് ഒരു വീട്ടിൽ നിന്ന് കറക്റ്റ് റോഡിലേക്ക് 1-2 അടി താഴ്ചയിലാണ് എല്ലാ വീടുകളും നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ വെള്ളം റോഡിലൂടെ ഡ്രെയിനേജിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ലെവല് പരിപാടികളാട്ടോ. എവിടെയും വെള്ളം നിൽക്കുന്ന ഒരു പരിപാടി, അതിനനുസരിച്ചാണ് റോഡുകളൊക്കെ പോകുന്നത്. അതാണ് അളവ് കറക്റ്റ് ഈ ഭൂമിയിലെത്തുമ്പോൾ ഇതെങ്ങനെ ഇവിടെ ഒരു വീടാക്കിയെടുക്കും ഒക്കെ ഭയങ്കര എൻജിനീയറിങ് തന്നെ കേട്ടോ. ഈ ഭാഗത്തും പ്ലാസ്റ്ററിങ്ങിനുള്ള ഹൈറ്റ് അവിടെ ലേഡി സൂപ്പർവൈസറാണല്ലോ. ഇവിടെ പ്ലാസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നടന്നാൽ തീരൂല കേട്ടോ. ഞാൻ വന്ന വഴി ഏതാണെന്ന് എനിക്ക് തന്നെ ചിലപ്പം മനസ്സിലാവില്ല. ഒരു ദിശ കണക്കാക്കി അങ്ങോട്ട് നടക്കണം, എന്നാലേ വന്ന സ്ഥലത്തേക്ക് എത്തുള്ളൂ. അത്രയും വഴികളും റോഡുകളൊക്കെ ആണ് ഇതിലേക്ക്. കരിങ്കല്ലിൻ്റെ കെട്ട് സൂപ്പറാണല്ലോ, നല്ല കല്ല് അവിടെ കിട്ടുക. അതാണ് ഇവിടുത്തെ കരിങ്കല്ല്. വയനാട് എവിടെ എത്തിയാലും കരിങ്കല്ലിൻ്റെ കെട്ട് സൂപ്പറാണ്. ഡ്രെയിനേജിൻ്റെ വർക്കുണ്ട്, അടിയിൽ നല്ല അടിപൊളി കോൺക്രീറ്റ്. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത, ഈ ഇതിൻ്റെ ഫ്ലോറ് 5 ഇഞ്ച് കോൺക്രീറ്റ് ആട്ടോ. 5 ഇഞ്ച് കോൺക്രീറ്റ് ഫുള്ള് കമ്പി കെട്ടിക്കൊണ്ടാട്ടോ കോൺക്രീറ്റ്. അതൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേകത. 22 ലക്ഷം എങ്ങനെ ചിലവ് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെ ഒരു മെയിൻ സ്ലാബിൻ്റെ അതേ ചിലവ് തന്നെ ഫ്ലോറിനും വരുന്നുണ്ട് എന്നാണ് കറക്റ്റ്. കുറച്ചൊക്കെ കമ്പി കുറയും, എന്നാലും കോൺക്രീറ്റ് 5 ഇഞ്ച് കറക്റ്റ് കോൺക്രീറ്റ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പ് കണ്ടിരുന്നു. അതിൻ്റെ ഇവിടെ കോൺക്രീറ്റിൻ്റെ കാഴ്ചകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനത് കാണിച്ചു തരും കേട്ടോ. പിന്നെ അതുപോലെ കുളിപ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലീക്ക് പ്രൂഫ് അല്ല ബ്ലാക്ക് കളർ ഉണ്ടോ, അത് മൊത്തം അടിച്ചിട്ടുണ്ട്. ഈ വീട്ടിലിവിടെ വയറിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വയറിങ് പ്ലംബിങ്ങൊക്കെ കൂടുതലും മലയാളികൾ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. എത്ര 120ഓളം പ്ലാസ്റ്ററിങ് തൊഴിലാളികൾ തന്നെ ഉണ്ട്. പിന്നെ മലയാളികളെ കുറച്ചുണ്ട്. പ്ലാസ്റ്ററിങ്ങിന് മൊത്തം ഇന്ത്യക്കാർ തന്നെയാണെന്നാണ്. ഇത് 6 ഇഞ്ചിൻ്റെ കട്ട 2-3 സ്ഥലത്ത് ഇത് നിർമ്മിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്തൊന്നും നിർമ്മിച്ചാൽ അവിടെ മതിയാവില്ല. അത്രയും കട്ടകൾ ഡെയിലി ഇവിടെ പടവിനായിട്ട് വേണം. പ്ലാസ്റ്ററിങ് ഒക്കെ അങ്ങനെ സടപ്പെട്ട നടക്കുള്ളൂ. 1.5 പണി ആയിരിക്കും. അവിടെ അതാ ബീമിൻ്റെ അവിടെ മുട്ടിക്കുന്നു. എന്തോ ഒരു സ്ഥലം അറിയോ, കണ്ണായ സ്ഥലം. ഞാനും നടന്നാൽ തീരുവില്ല, അങ്ങ് ദൂരെ ഉണ്ടെങ്കിൽ. അതൊരു വേറൊരു സെക്ഷനാട്ടോ. അത് വേറൊരു സെക്ഷനാണ്. ഈ ബൗണ്ടറിയിൽ ഇങ്ങനൊരു ബൗണ്ടറിയിൽ ഇതിൻ്റെ അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടും എല്ലാം ഉണ്ട്. അതിലാണെന്ന് തോന്നുന്നു 250 വീട് ഉള്ളത്. അതിലിപ്പോൾ രണ്ടാമതും ഇവരോട് ചോദിച്ചപ്പം ഫെബ്രുവരി 17 ഏകദേശം ഉദ്ഘാടനം കഴിക്കാൻ സാധ്യതയുണ്ട്
ഒരു 19 വീടിൻ്റെ ഫിനിഷിങ് ആയ വീടുകളെ അതൊരു ഏരിയ മാത്രം കഴിച്ചിട്ട് ഉദ്ഘാടനം 17 ഉണ്ടാവുമെന്ന് ഒരു സൂചന കേട്ടു കേട്ടോ. ഏതായാലും ഉദ്ഘാടനം 50 വീട്ടുകാരെ അത്യാവശ്യമായിട്ട് സ്വന്തമല്ലാത്ത സ്ഥലത്ത് താമസിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകും. അവരൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 കൊല്ലം കഴിഞ്ഞില്ലേ, ഇനിയും നേരം വെക്കുന്നത് ശരിയല്ലല്ലോ. ആകുന്നതിനനുസരിച്ച് കൊടുക്കുന്ന നല്ലത്. എന്തായാലും അതന്നെ നല്ലത്. മൊത്തത്തിൽ ഉദ്ഘാടനം കഴിയുമ്പോൾ ബാക്കി എത്തുന്നിടത്തോളം ആളുകൾ ഇവിടെ എത്തിക്കോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആ ബ്രിക്ക് ഇവിടെ നിർമ്മിക്കുന്നതാ. ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് വേറെ ഏതോ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. പിന്നെ വേറെ റോഡ് ഇത് അത്യാവശ്യം ഇതിൻ്റെ ഒരു മെയിൻ റോഡാട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു വീതിയുള്ള റോഡാണിത്. അതും ആ ഭാഗത്തു നിന്ന് തന്നെ വരുന്നതാണ്, നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസിൽ നിന്ന് തന്നെ. പിന്നെ അതിലേക്കും വേറെ റോഡുണ്ടാവും. ഈ ടൗൺഷിപ്പിൽ ഹോസ്പിറ്റല്, അതുപോലെ സ്കൂള്, പ്ലേ ഗ്രൗണ്ട്, പിന്നെ സൂപ്പർ മാർക്കറ്റ്, ഇവിടേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. പിന്നെ അതുകൂടാതെ ബസ് റൂട്ട് വരെ ഇതിലുണ്ട് എന്നാട്ടോ പറഞ്ഞത്. അടിപൊളി. വേറെ ഇത് നെഗറ്റീവല്ല ഞാൻ പറയുന്നത്, നെഗറ്റീവായിട്ടല്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം അവിടെ ജോലികളൊക്കെ ചെയ്ത് സ്വന്തം നമ്മൾ ഒരു നാട്ടിലിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മാറി ഒരു സ്ഥലത്തേക്ക് മാറുമ്പോൾ അവിടെ ജോലി സാധ്യതകൾ ഇതൊക്കെ തിരഞ്ഞു പിടിക്കണ്ടേ. അതിൽ കുറേ ഡ്രൈവർമാരുണ്ട് കേട്ടോ. ഡ്രൈവർമാർക്ക് പ്രശ്നമില്ല, അവർക്ക് എവിടെ പോയാലും ജോലിയാണ്. പക്ഷെ മറ്റുള്ള ആളുകൾക്കൊക്കെ കൂലിപ്പണി എടുക്കുന്നവർക്കും കുഴപ്പമില്ല. പിന്നെ ബാക്കി മറ്റുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു ജോലിയൊക്കെ കണ്ടെത്തി റെഡിയാക്കി എടുക്കണം. അതിനൊക്കെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവും, സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ വരുന്ന കാര്യങ്ങൾക്കൊക്കെ ഇതിലുള്ള ആളുകൾക്ക് തന്നെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉഷാറായല്ലോ. എന്തായാലും ഒരു ട്രാജഡി നടന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊന്ന് ഉയർത്തി എഴുന്നേൽക്കാൻ കുറച്ച് പണിയാണ്. അപ്പോൾ എല്ലാവരുടെ സഹകരണം ഉണ്ടായാൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ അല്ലേ. എന്തായാലും നമ്മളെ ഇതിനു വേണ്ടി പൈസ തരാൻ സഹായിച്ച ഒരുപാട് നല്ലവരായ വലിയ വലിയ മുതലാളിമാർ, പാവപ്പെട്ട ആളുകളും തങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു പദ്ധതി വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിച്ച കേരള സർക്കാരിനും ഒക്കെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എൻ്റെ വക. കാണുമ്പം അതിശയം തോന്നും കേട്ടോ. കുറച്ച് നേരം വൈകിയെന്നുള്ളൊരു പ്രശ്നമുള്ളൂ നമ്മളൊക്കെ മനസ്സിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടേ, ഒന്ന് പ്ലാനൊക്കെ ശരിയാക്കി സ്ഥലം ഏറ്റെടുക്കുക, പിന്നെ അതിനുള്ള പ്ലാനുകളൊക്കെ ശരിയാക്കി. ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളും ഇത് തയ്യാറാക്കി എടുക്കുക, റോഡുകൾ, പിന്നെ 7 സെൻറ്റ് സ്ഥലമൊക്കെ വെവ്വേറെ കറക്റ്റാക്കി ചെയ്ത് അളവ് റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആണ് ഈ സമയം പിടിച്ചതെന്ന് തോന്നുന്നു. പൈസ ഒക്കെ പെട്ടെന്ന് സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി എടുക്കാനുള്ള കാലതാമസമായിരിക്കില്ലേ. ഇതൊക്കെ പടവ് ഫുള്ള് കഴിഞ്ഞ വീടുകളാണ്. ഇത് ഫുള്ള് ഇങ്ങനത്തെ മണ്ണാട്ടോ, പാറല്ല, നല്ല തിക്കിലുള്ളൊരു മണ്ണ്, കൃഷിയോഗ്യമായ മണ്ണില്ലേ. നമ്മുടെ റബ്ബർ പോലെയുള്ള സാധനങ്ങൾ കുച്ചിടാൻ പറ്റിയ മണ്ണുകൾ. ഇതൊക്കെ കാപ്പി അങ്ങനെയുള്ളൊക്കെ ഏരിയകളായിരിക്കും കേട്ടോ പണ്ടത്തെ. അതുകൊണ്ട് തന്നെ ഒരു പാറ എന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ല, ഒക്കെ ഒരു ലൂസ് മണ്ണ്. വെള്ളം ഒരിക്കലും നിൽക്കില്ല. ഇതിലുള്ള സെപ്റ്റി ടാങ്കുകളൊക്കെ ഒരിക്കലും അറിയില്ല, അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. പാറ ഉണ്ടെങ്കിലല്ലേ വെള്ളം മൊത്തം അടി കുടിച്ചങ്ങനെ പൊയ്ക്കോളും. ഇതാണ് ഇവിടുത്തെ പാറ കേട്ടോ, കരിങ്കല്ല്. ഒരു വൈറ്റ് കളർ കൂടിയ കളറാട്ടോ, നല്ല രസമാണ് ഇതിൻ്റെ ഇത് കെട്ടി കഴിഞ്ഞാൽ കാണാൻ. അപ്പോൾ ഇത് നടന്നുണ്ടെങ്കിലേ തീരൂല കേട്ടോ. ഇത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കണം ഇവിടെ, ഒരു 10 ഇഞ്ചിൻ്റെ താൽക്കാലികമായിട്ടുള്ള എന്തോ. യെസ്, ഇതന്നെ നമ്മളെ കറണ്ടൊക്കെ ഭൂമിൻ്റെ അടിയിൽ കൂടിയാ കേട്ടോ. ഫുള്ള് കറണ്ടുകളൊക്കെ ഭൂമിൻ്റെ അടിയിൽ കൂടിയാണ് പോണത്. അതന്നെ പരിപാടി. അതിനുള്ള കേബിളുകളൊക്കെ അത് അവിടെ ഫുള്ളവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വെറൈറ്റി വർക്കനാ കേട്ടോ നമ്മുടെ കൽപ്പറ്റ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ ഉൾഭാഗം. സിറ്റ് ഔട്ട്, ഡൈനിങ് ഹാള്, ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ അത് റൂമ്. ഓക്കെ, ഇത് കിച്ചണ്, ഇത് റൂമ്. ഓക്കെ,
ഇവിടെ ഒരു കോമൺ ബാത്റൂം, വാഷ് ബേസിന്, ഡൈനിങ് ഹാളിൽ ഒരു റൂം, ബാത്ത് അറ്റാച്ച്ഡ് കേട്ടോ. ഇതിൽ വന്നിട്ട് എനിക്കൊരു ചെറിയൊരു കുറവായിട്ട് തോന്നിയത് ഉള്ളിൽ സ്റ്റെപ്പില്ല എന്നുള്ളതാട്ടോ. ഇപ്പോൾ അവർ പുറമെന്നാണ് കൊടുത്തത്. ഇനി അവർക്ക് എങ്ങനെയെങ്കിലും മുകളിലേക്ക് ഉണ്ടാക്കുമ്പം ഈ സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗം ഇവിടെ ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ, അതിലവർക്ക് പിന്നീട് മുകളിലേക്ക് കൊടുക്കാനുള്ളൊരു അവസരം ഇവിടെ ഉണ്ട് കേട്ടോ. അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അവരൊക്കെ പിന്നെ വീട് കൈമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചിലവൊക്കെ പിന്നീട് വന്നിട്ട് ആരൊക്കെ എടുക്കുന്നു അതൊക്കെ അവർ തന്നെ ചെയ്യണം കേട്ടോ. മുകളിലേക്ക് എടുക്കുന്ന ആൾക്കാർ പൈസ ഉണ്ടെങ്കിലല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങനെ അവിടെ ചെയ്താൽ മതി. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറിയുള്ള വേറൊരു ലോകം തന്നെ കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ വയനാട് കൽപ്പറ്റ ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ കാഴ്ചകൾ കേട്ടോ, വിശേഷങ്ങളും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.